എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീന ശരണ്യയുടെ അമ്മയോട് സംസാരിക്കുവാണ്. അമ്മയോട് ചോദിക്കുന്നുണ്ട് അവൾ ഹാപ്പിയാണോ, ഇപ്പോൾ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ കുഴപ്പമില്ല, കഴിക്കുന്നത് കുറവാണ്, എങ്കിലും പ്രശ്നമില്ലാണ്ട് കഴിക്കുന്നുണ്ട്, അവൾ സന്തോഷമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവളെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കിക്കോണേ എന്ന് പറയും. അന്നേരം അതത്രേ ഉള്ളൂ അലീന എന്ന് പറയുന്നു. എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ, ഇപ്പം സമയമില്ല, പിന്നെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് അലീന ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും ശരണ്യ ഫോൺ വെച്ചോ, അതെന്താ വെച്ചത്, എന്നോട് വെക്കുവാന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ, എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ കൂടി പറയാനുണ്ടായിരുന്നു എന്ന് പറയുമ്പം അതിനാ പെങ്കൊച്ച് പിന്നെയും പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞില്ലേ, വിളിക്കാമെന്ന് പറഞ്ഞാൽ വിളിക്കാറുണ്ടല്ലോ, പിന്നെ എന്നാ നീ ഇരുന്ന് പഠിക്കാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് അമ്മ അകത്തേക്ക് പോകുന്നു. ഇത്തിരി പരിഭവത്തോടെ നിൽക്കുവാണ് ശരണ്യ. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ്. ബാലേന്ദ്രൻ ഹോട്ടലിലെത്തി. എന്നിട്ട് അവിടെ നിന്ന് പുറത്ത് നിന്ന് ഫോൺ വിളിക്കുവാണ് സ്റ്റാൻലി. അന്നേരം കയറിപ്പോരെ, ഞാൻ റിസപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ബാലേന്ദ്രൻ അകത്തോട്ട് കയറി വരുവാണ്. അങ്ങനെ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് കോളിംഗ് ബെല്ലടിക്കുന്നു. സ്റ്റാൻലി വന്ന് തുറക്കുന്നു. അകത്തേക്ക് കയറി വരാൻ പറയുന്നു. രണ്ടുപേരും പരസ്പരം ഒരു മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. അകത്തേക്ക് കയറി വന്ന് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട് കുടിക്കാൻ എന്തെങ്കിലും എടുക്കണോ എന്ന്. അന്നേരം വേണ്ട എന്ന് പറയുന്നു. ഇരിക്കാൻ പറഞ്ഞിരുന്നതിന് ശേഷം എപ്പോഴാണ് വന്നത് എന്ന് ചോദിക്കും. 10 മണിക്കാണ് ഞാനിങ്ങ് എത്തിയത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുവാണ് ബാലേന്ദ്രൻ. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, താങ്കൾ അങ്ങ് കൊളത്തുപുഴയിൽ എൻ്റെ വീട്ടിൽ വന്ന ഒരു ബോംബിട്ടിട്ട് ഇങ്ങ് പോകുന്നതല്ലേ, 23 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച എൻ്റെ മകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞ് അവൾ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നും പറഞ്ഞു. അതുപോലെ അവളുടെ അമ്മയായ വൈജയന്തിക്ക് അവളെപ്പോലെ ഒരു മോളുണ്ടെന്നോ അവൾ ആണ് അലീനയെന്നോ ഒന്നും അറിയത്തില്ല എന്ന് വരെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരു മറവിയും ഇല്ല എന്ന്. അന്നേരം സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം എനിക്ക് അറിഞ്ഞാൽ പോരാ, എങ്ങനെയാണ് നിങ്ങൾ മാത്രം അലീന വൈജയന്തിയുടെ മകളാണ് എന്നറിഞ്ഞത്, എന്തുകൊണ്ട് വൈജയന്തിക്ക് അത് തിരിച്ചറിയാൻ പറ്റിയില്ല, മറ്റുള്ളവർക്കൊന്നും മറ്റുള്ളവരൊന്നും ഇതറിയാതെ നിങ്ങൾക്ക് മാത്രം എങ്ങനെ അറിയാൻ സാധിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയണം. പിന്നെ അവൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിയതിനും ഒരു കാരണം കാണുമല്ലോ, അതും എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആ കഥയൊക്കെ നല്ല വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം, അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് ചോദിക്കാൻ പറയുന്നു സ്റ്റാൻലി. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുവാണ്, 23 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ താമസിച്ചിരുന്നത് പുനലൂരല്ലേ, കുളത്തുപുഴയിലല്ലല്ലോ, പിന്നെ എന്നാണ് നിങ്ങൾ കുളത്തുപുഴയിലേക്ക് പോയത് എന്ന് ചോദിക്കുന്നു. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ റിട്ടയർ ആയതിന് ശേഷമാണ് ആ വീടും തോട്ടവും ഒക്കെ മേടിച്ചത് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പിന്നെയും ചോദിക്കുന്നുണ്ട്, അങ്ങ് പുനലൂരും പാലയും തമ്മിൽ ഇന്നും അന്നും ഒരു 3 മണിക്കൂർ യാത്രയുടെ ദൂരമേ ഉള്ളൂ, എന്നിട്ട് എന്തുകൊണ്ടാണ് ഗർഭിണിയായിരുന്ന വൈജയന്തി നിങ്ങളെ വിട്ടു പോയതിന് ശേഷം നിങ്ങൾ അന്വേഷിച്ച് ചെല്ലാതിരുന്നത് എന്ന് ചോദിക്കുവാണ്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ അന്വേഷിച്ച് ചെന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ 2 തവണ ആ വീട്ടിൽ അന്വേഷിച്ച് ചെന്നു. ആദ്യം ചെന്നപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞ് അവരെന്നെ പറഞ്ഞു വിട്ടു, വൈജയന്തി എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു. പിന്നീടും ഞാൻ ചെന്നു, അന്ന് എന്നെ അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തി അതുപോലെ അപമാനിച്ചാണ് ഇറക്കി വിട്ടത്. പിന്നീടും ഞാൻ വൈജയന്തി അന്വേഷിച്ചു, കണ്ടെത്താൻ സാധിച്ചില്ല, അവരുടെ ഏതോ ഒരു ബന്ധു വീട്ടിൽ വൈജയന്തിയെ ഒളിപ്പിച്ച് താമസിപ്പിച്ചേക്കുമായിരുന്നു എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, അതുകൊണ്ട് നിങ്ങളുടെ അന്വേഷണം അവിടെ വെച്ച് നിർത്തിയോ, പിന്നീട് നിങ്ങൾ വൈജയന്തിയെ കണ്ടില്ലേ, ഇതിനിടയ്ക്ക് നിങ്ങൾക്കൊരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായ കാര്യവും ഗംഗാധരൻ പറഞ്ഞായിരുന്നു, അത് എങ്ങനെ സംഭവിച്ചതാണ് എന്ന് ചോദിക്കും. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, ശരിയാണ്, ഇതിനിടയ്ക്ക് എനിക്കൊരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു, അത് ആക്സിഡൻറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, കൊലപാതക ശ്രമം അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, അതൊരു കൊലപാതക ശ്രമമായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അന്വേഷണം ഉണ്ടായി കാണുമല്ലോ, അതെന്താണ് അന്വേഷിച്ചില്ലേ പോലീസ് എന്ന് ചോദിക്കുന്നു. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, പോലീസ് അന്വേഷിച്ചു, പക്ഷേ തെളിവുകളെല്ലാം നശിപ്പിക്കാനുള്ള ഒരു സമയം അവർക്ക് കിട്ടി, കാരണം അന്ന് ആക്സിഡൻറ്റ് നടന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കസിൻ ജോർജ് മരിച്ചുപോയി, ഞാൻ ഗുരുതരാവസ്ഥയിൽ ICUവിലായിരുന്നു, എനിക്ക് ബോധം പോലും ഇല്ലായിരുന്നു, ഒരു കോമ സ്റ്റേജിലായിരുന്നു, 3 മാസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ബോധം പോലും വന്നത്. അത് കഴിഞ്ഞും ഒരു 2 മാസത്തോളം ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിലും തിരുമ കേന്ദ്രത്തിലും ഒക്കെ ആയിട്ട് അങ്ങ് കഴിഞ്ഞു പോവുകയായിരുന്നു. അതുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് തെളിവുകൾ നശിപ്പിക്കാനുള്ള സമയം ധാരാളം കിട്ടി, ഇടിച്ച വാഹനം പോലും കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല എന്ന് പറയുമ്പം ഇതാര് ചെയ്തു എന്നാണ് സ്റ്റാൻലി വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, ശിവശങ്കര മേനോൻ, രാജീവ് മേനോൻ, പിന്നെ അവർക്ക് എല്ലാവർക്കും ഒത്താശ ചെയ്തു കൊടുത്ത കുഞ്ഞിരാമ മേനോൻ, ഇവരെല്ലാവരും കൂടിയാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നു. അന്നേരവും ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അവരാണ് ഇത് ചെയ്തത് എങ്കിൽ നിങ്ങൾക്ക് ഇത് തെളിയിക്കണമെന്നുള്ളൊരു വാശിയൊന്നും തോന്നിയില്ലായിരുന്നോ എന്ന്. അന്നേരം
അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട് അത് 23 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമല്ലേ, ശരിക്കും കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഒരു ജീപ്പ് ഞങ്ങളുടെ വണ്ടിയിലേക്ക് വന്ന് ഇടിക്കുമായിരുന്നു. കണ്ണ് ബ്ലർ ആകാൻ വേണ്ടി വളരെ ശക്തിയുള്ള 2 ലൈറ്റുകൾ ഹെഡ് ലൈറ്റിനും പുറമെ വണ്ടിയിൽ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കാര്യങ്ങളെല്ലാം പോലീസിനോട് പറയുന്നത് 3 മാസങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ വണ്ടി കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് അന്വേഷിച്ചപ്പം ആ വണ്ടിയുടെ ബോഡിയും എഞ്ചിനും എല്ലാം അഴിച്ച് ആക്രിയായിട്ട് തമിഴ്നാട്ടിലേക്ക് വിറ്റു എന്ന് എനിക്ക് അറിയാൻ സാധിച്ചു എന്ന് പറയുന്നു. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇത് ഇവർ തന്നെയാണ് ചെയ്തത് എന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇവരുണ്ട്, ഇവരുടെ കൂടെ ആ ഗംഗാധര മേനോനും മനസ്സറിവുണ്ട് എന്നാണ് എൻ്റെ ഒരു ഊഹം എന്ന് പറയുന്നു. ഏതായാലും ഇത്രയൊക്കെ സംഭവിച്ചു എന്നിട്ടും നിങ്ങൾക്ക് യാതൊരു ദേഷ്യവും അവരോടില്ലേ എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട് 23 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, എന്തൊക്കെ വേഷങ്ങൾ മനുഷ്യന് കെട്ടേണ്ടി വരുന്നു. അതുകൊണ്ട് ഞാനെല്ലാം അതിൻ്റെ വഴിക്ക് അങ്ങ് വിട്ടു. എനിക്കിപ്പോൾ ആരോടും മനസ്സിൽ ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല. പിന്നെ എൻ്റെ ആ അവസ്ഥ കഴിഞ്ഞ് ഞാൻ റിക്കവറായി വന്നതിന് ശേഷം ഞാൻ വൈജയന്തിയെക്കുറിച്ച് അന്വേഷിക്കാൻ പോയിട്ടില്ല. കാര്യം ഇനി അന്വേഷിച്ചിട്ടും കാര്യമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട് പിന്നീട് ഞാൻ അറിഞ്ഞു ഒരു വർഷത്തിന് ശേഷം വൈജയന്തിയുടെ വിവാഹം കഴിഞ്ഞു എന്ന് എൻ്റെ സഹോദരൻ പറഞ്ഞത്. പത്രത്തിൽ വാർത്തയും ഫോട്ടോയും ഒക്കെ കണ്ടു എന്ന്. പിന്നീട് ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല. ഒരു വർഷമോടെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞു. സാധാരണ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാനൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അന്നേരം ബാലേന്ദ്രൻ അതെല്ലാം കേട്ടിങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് സ്റ്റാൻലി ചോദിക്കും ഇനി നിങ്ങൾ പറയണം എന്താണ് അലീനയുടെ ജീവിതത്തിൽ സംഭവിച്ചത്, നിങ്ങൾ എങ്ങനെയാണ് അലീനയെ തിരിച്ചറിഞ്ഞത്, അത് പറയണമെന്ന് പറയുന്നു. ഈ സമയം കൊണ്ട് ഗോവർദ്ധനൻ നേരെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ വണ്ടി കയറി വരുന്ന സൗണ്ട് കേട്ടിട്ട് ബാലേന്ദ്രൻ വരുന്നതാണെന്നും ബാലേന്ദ്രൻ ബാഗൊക്കെ മറന്നു വെച്ചിട്ടാണ് പോയത്, അതെടുക്കാൻ വരുന്നതാണെന്നും കരുതി അലീന ബാഗൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി വരും. അന്നേരം അന്നേരം അങ്കിളായിരുന്നു, ഞാൻ അച്ഛനാണെന്ന് ഓർത്തത്, അച്ഛൻ ബാഗ് പോലും മറന്നു വെച്ചിട്ടാണ് പോയത് എന്ന് പറയുമ്പം എന്നോട് പെട്ടെന്ന് വരണം എന്ന് ഫോൺ വിളിച്ച് ബാലേട്ടൻ പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ഞാനും വന്നത്. എന്നിട്ട് ബാലേട്ടൻ എവിടെ പോയി എന്ന് ചോദിക്കുമ്പം അലീന ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയും. അന്നേരം ഗോവർദ്ധൻ പറയും വേണ്ട ഞാൻ വിളിച്ചോളാം എന്ന്. അങ്ങനെ ഗോവർദ്ധൻ ഫോൺ വിളിക്കുവാണ്. ഫോൺ വിളിച്ച് കഴിയുമ്പോൾ ബാലേന്ദ്രൻ പറയും ഞാനിങ്ങനെ ഹോട്ടലിലാണ്, താൻ ഇങ്ങോട്ട് പോരേ എന്ന്. എന്നിട്ട് പോന്നോളം പറയുമ്പം ഈ ബാഗിൻ്റെ കാര്യം ചോദിക്കും. ബാഗ് എടുത്തുകൊണ്ട് പോരെ, അതുപോലെ ഞാൻ കടയിലാണെന്ന് വീട്ടിൽ പറഞ്ഞാൽ മതി എന്നുകൂടി പറയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് അലീനയുടെ അടുത്തോട്ട് ചെല്ലും. അന്നേരം അലീന അച്ഛൻ എവിടെ അങ്ങളെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഹോട്ടലിലാണെന്ന് തന്നെ പറയുവാണേ. അന്നേരം ഹോട്ടലിലോ എന്ന് ചോദിക്കുന്നെങ്കിൽ പെട്ടെന്ന് ഒരു പതർച്ച വരുവാണ് ഗോവർദ്ധന്. ഹോട്ടലിൽ നമ്മുടെ ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ട് കോയമ്പത്തൂരിൽ നിന്ന്, അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോയതാണ്. നമ്മളല്ലേ അവർ വന്നു കഴിയുമ്പം അവരെ സ്വീകരിക്കേണ്ടതും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതും എന്ന് പറയുമ്പോൾ അത് നേരായെന്ന് പറയും. ഇത്രയും പറഞ്ഞിട്ട് പെട്ടെന്ന് ഗോവർദ്ധൻ തിരിച്ചു വരുക. ആ ബാഗ് പിന്നെയും മേടിക്കാൻ മറന്നു പോകും. അന്നേരം ഇതെന്താ അങ്കിൾ ഈ ബാഗ് കൊണ്ട് പോകാതെ, അങ്കിളിന് എന്താ ഒരു ടെൻഷൻ പോലെ എന്ന് ചോദിക്കും. ഈ ബാഗ് പിടിച്ച് കഴിയുമ്പോൾ ബാഗ് വിടുന്നില്ല അലീന, ഇത്രയും ചോദിച്ചുകൊണ്ട് നിൽക്കുക. അന്നേരം അതെ ഞാനിപ്പോൾ ഓൾറെഡി ലേറ്റാണ്, ഇനിയും താമസിച്ചിട്ടുണ്ടെങ്കിൽ ബാലേട്ടൻ എന്നെ വഴക്ക് പറയും, അതുകൊണ്ടുള്ള ടെൻഷനാണ് എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുവാണ് അലീന ഗോവർദ്ധനെ. പക്ഷേ അലീനയ്ക്ക് നല്ല സംശയമുണ്ട്. ഏതായാലും ഗോവർദ്ധനോട് വിളിച്ച് ഹോട്ടലിലോട്ട് വരാൻ പറയുന്നത് കേട്ടിട്ട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട് ഗോവർദ്ധൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ സംഭാഷണത്തിനൊരു തടസ്സമാകില്ലേ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും ഇല്ല, അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ്റെ കഥയും അലീനയുടെ കഥയൊക്കെ പറയുവാണ്. എല്ലാം ബാലേന്ദ്രൻ നല്ല വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വൈജയന്തിയെ അവരെല്ലാം ഒളിപ്പിച്ച് താമസിപ്പിച്ചത് തിരുവനന്തപുരത്ത് രാവണ്യ മേനോൻ്റെ വീട്ടിലാണെന്നും പ്രസവം കഴിഞ്ഞ് കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറഞ്ഞ ഓർഫനേജിനാക്കി ആ കുഞ്ഞ് വളർന്ന് വലുതായി. അതിനുശേഷം അലീന കൊല്ലപ്പള്ളിയിലെത്തിയ കാര്യം വരെ ആ രീതി വരെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ വളരെ പുച്ഛത്തോടെ പറയുന്നുണ്ട് കിളവൻ ചാകുന്നതിന് മുമ്പ് പണ്ട് ചെയ്ത തെറ്റിന് ഒരു പരിഹാരം കണ്ടതാണ്, കാഞ്ഞ ബുദ്ധിയല്ലേ ഒന്ന് ഓർത്തു നോക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ അപ്പോഴും ഭയങ്കര ദേഷ്യമാണ് വൈജയന്തിയുടെ അച്ഛനോടൊക്കെ. അന്നേരം അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്കിട്ട് നല്ല ഒന്നാന്തരം പണി വെച്ച ആളാണ് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് വൈജയന്തി വിവാഹം കഴിച്ചത്. പണ്ട് ഞാൻ അവൾക്ക് ഒരു ലവ് ലെറ്റർ കൊടുത്തതിൻ്റെ പേരിൽ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആ വീടിൻ്റെ മുറ്റത്തിട്ട് എൻ്റെ കർണത്തടിച്ചിട്ടുണ്ട് കുഞ്ഞുണ്ണി മേനോൻ. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് വൈജയന്തിയെ ഞാൻ വിവാഹം കഴിക്കും എന്ന്. പക്ഷേ അവളെൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഏത് രീതിയിലും ഏത് പരുവത്തിലുമാണ് എന്ന് എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നത് സ്റ്റാൻലി നിങ്ങൾക്കാണല്ലോ എന്ന് പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമം വരുന്നുണ്ട് കേട്ടോ സ്റ്റാൻലിയുടെ മുഖത്ത്. ബാലേന്ദ്രൻ കട്ടക്കലിപ്പിലാണ്. അന്നേരവും സ്റ്റാൻലി ചോദിക്കുന്നുണ്ട് ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷം അലീന നിങ്ങളുടെ വീട്ടിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ്
അലീന വൈജയന്തിയുടെ മകളാണ് എന്ന് തിരിച്ചറിഞ്ഞത് എന്ന് ചോദിക്കുന്നു. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൾ വീട്ടിലോട്ട് വന്നതിന് ശേഷം അവളുടെ പെരുമാറ്റത്തിൽ എനിക്ക് ചില സംശയങ്ങൾ തോന്നിയിരുന്നു. അതുകൊണ്ട് ഞാൻ അവളുടെ ഫോൺ റെക്കോർഡ് ചെയ്തു. ആ ഫോൺ റെക്കോർഡിൽ നിന്നാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അവളുടെ കൂട്ടുകാരിയോട് അവൾ സംസാരിക്കുന്നതിൽ നിന്ന് ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അതിനുശേഷം ഗംഗാധരനെ പോയി കാണുന്നു, കാര്യങ്ങളെല്ലാം അറിയുന്നു. ഒരു ഉറപ്പിന് വേണ്ടിയാണ് ഞാൻ ഗംഗാധരനെ പോയി കണ്ടതും അയാളോട് വൈജയന്തിക്ക് ഒരു കുഞ്ഞ് വിവാഹത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചതും ആ ഒറ്റ ചോദ്യത്തിൽ തന്നെ അയാൾ വീണുപോയി എന്നും പറയുന്നുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞ് ഇത്തിരി ദേഷ്യത്തോടെ നിൽക്കുന്ന ബാലേന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. അത് കഴിഞ്ഞ് നാളത്തെ പ്രൊമോയിൽ ബാലേന്ദ്രൻ സ്റ്റാലിനോട് പറയുന്നുണ്ട്, അന്ന് ഗംഗാധര മേനോനെ കണ്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങളെ ഞാൻ വെടിവെച്ച് കൊന്നേനെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ബാലേന്ദ്രൻ്റെ ആ ഒരു സംസാരത്തിൽ നിന്നും മനസ്സിൽ എത്രത്തോളം വിഷമമുണ്ട് എന്ന് സ്റ്റാലിനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഏതായാലും അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ബാലേന്ദ്രൻ ഗോവർദ്ധനോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, അലീനെ കാണിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും, കാണിച്ചു കൊടുത്തേക്കാം, അയാൾ എന്താണ് തീരുമാനിക്കുന്നതെന്ന് ഒന്ന് അറിയണമല്ലോ. ഏതായാലും എൻ്റെ മകളെ അയാൾ അംഗീകരിച്ചാൽ മാത്രമേ ഞാൻ വിട്ടുകൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. സ്റ്റാൻലിയുടെ റൗണ്ട് കഴിഞ്ഞ് അടുത്തത് വൈജയന്തിയാണ് എന്നും ബാലേന്ദ്രൻ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ബാലേന്ദ്രനും അലീനയും കൂടെ ഒരുപാട് സന്തോഷത്തോടെ സംസാരിക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.